بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷരീഫ് അൽ മദനി റളിയല്ലാഹു അൻഹു അവരുടെ ബർക്കത്ത് കൊണ്ട് അതുപോലെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുള്ളാഹി മുഹീദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു അവരുടെ ബർക്കത്ത് കൊണ്ട് മറ്റ് മുഴുവൻ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ ബർക്കത്ത് കൊണ്ട് ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കുന്ന ഒരു സദസ്സാക്കി തരുമാറാകട്ടെ. ആമീൻ. സഹോദരന്മാരെ, ഈ മജ്‌ലിസിലും ഇതുപോലുള്ള മറ്റ് ഔലിയാക്കളുടെ മജ്‌ലിസിലുമെല്ലാം നാം ഹാജരാകുന്നത് അവരുടെ ചരിത്രങ്ങൾ കേൾക്കുന്നതിൻ്റെ പുറമെ അവരെ കൊണ്ട് ബറക്കത്ത് സിദ്ധിക്കാനും അവരെ കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. അഷ്റഫുൽ വറ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നുവെങ്കിൽ ആ മദ്ഹിൽപ്പെട്ടതാണ് അവിടുത്തെ ഉമ്മത്തികളായ മുഴുവൻ ഔലിയാക്കളുടെയും മദ്ഹ് പറയുന്നത്. ഔലിയാക്കളുടെ കറാമത്ത് എല്ലാം നബിതങ്ങളുടെ മുഅ്ജിസത്ത് തന്നെയാണ്. ആ മുഅ്ജിസത്തിൽപ്പെട്ടതാണ് അവിടുത്തെ ഉമ്മത്തികളായ ഔലിയാക്കളുടെ കറാമത്ത്. മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറഞ്ഞാൽ അസാധാരണ സംഭവം. അത് ഔലിയാക്കളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ കറാമത്ത് എന്ന് പറയും. അമ്പിയാക്കളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അവിടെ ശത്രുക്കളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ഈ ലോകത്ത് വരുന്നതും അവരുടെ മുഅ്ജിസത്തുകൾ കാണിക്കുന്നതും. അതുകൊണ്ട് അതിന് മുഅ്ജിസത്ത് എന്ന് പേര് പറയും. അമ്പിയാക്കളുടെ മുഅ്ജിസത്ത്
അവരുടെ ഹയാത്ത് കാലത്തും അവർ വഫാത്തായതിൻ്റെ ശേഷവും അവർക്ക് റിസാലത്ത് കിട്ടിയതിൻ്റെ ശേഷം പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയലും അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ബദർ യുദ്ധം നടക്കാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സ്ഥലത്തേക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാദാ മസ്റഉ അബീ ജഹൽ, ഇതാണ് അബൂജഹലിനെ വെട്ടി തള്ളിയിടപ്പെടുന്ന സ്ഥലം. വഹാദാ മസ്റഉ ശൈബത വഹാദാ മസ്റഉ ഉത്ബത വഹാദാ മസ്റഉ ഫുലാൻ വഫുലാൻ. ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന വലിയ നേതാക്കളെ സംബന്ധിച്ച് അവിടുന്ന് മുൻകൂട്ടി പറയുകയാണ്, ഇന്ന സ്ഥലത്താണ് ഇന്ന ആളുകൾ കൊല്ലപ്പെട്ട് വീണ് കിടക്കുക. സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നു, വലഖദ് റഅയ്തുഹും സർഅ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ തന്നെ ഈ ആളുകൾ വീണ് കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. അബൂജഹൽ ഇന്ന സ്ഥലത്തായിരിക്കും എന്ന് അബൂജഹലിൻ്റെ ഹയാത്ത് കാലത്ത് ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് അല്ലാഹു റസൂൽ പറയുകയാണ്. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ സംഭവിക്കുന്നു. അബൂജഹൽ കൊല്ലപ്പെടുന്നു, ആ സ്ഥലത്ത് തന്നെ വീഴുന്നു. അതുപോലെ വരാൻ പോകുന്ന ധാരാളം വിവരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞത് നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാവുന്നതാണ്. എന്നാൽ നാൽപ്പതാമത്തെ വയസ്സിൽ റിസാലത്ത് ലഭിച്ചു. റിസാലത്ത് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ വഹ്യ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന കൽപ്പന. ഈ കൽപ്പന വരുന്നതിൻ്റെ മുമ്പ് ഇനി أذكر آل حجرا يسلم علي قبل نبوته. ഞാൻ റസൂലായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലിയിരുന്ന ഒരുപാട് കല്ലുകൾ ഉണ്ട്. ആ കല്ലുകളെ എനിക്ക് ഇപ്പോൾ അറിയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ആ കല്ലുകളെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഏത് കല്ല്? റിസാലത്ത് കിട്ടുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും
എന്ന് പറയുന്ന കല്ല്. ഇത് അവിടുത്തെ മോചിതത്താണ്. അതുപോലെ നബി തങ്ങൾ ജനിച്ച ദിവസം വലിയ വലിയ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായി. 1000 കൊല്ലം കത്തിച്ച് ചൂടാക്കപ്പെട്ട അഗ്നികുണ്ഡാരം തീയ് ഒരൊറ്റ ദിവസം കൊണ്ട് സ്വമേധയാ കെട്ടുപോയി. ആരും വെള്ളമൊഴിച്ചതല്ല, ആരും കെടുത്തിയതല്ല, അത് കെട്ടുപോയി. അതുപോലെ തന്നെ സാവാ തടാകം 1000 കൊല്ലത്തോളം മുശ്രിക്കീങ്ങളിൽ ഒരു വിഭാഗം ആരാധിച്ചു കൊണ്ടിരുന്ന വെള്ളത്തിൻ്റെ കുളം, വലിയ ആഴമേറിയ വളരെ നീളവും വീതിയുമുള്ള ആ കുളം വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി റസൂലുള്ളാഹി ജനിക്കുന്ന ദിവസം. അത് അവിടുത്തെ മുഅ്ജിസത്ത് ആണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സൂര്യനോട് മടങ്ങി വരാൻ പറഞ്ഞു. മടങ്ങി വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നിസ്കരിച്ച ഉടനെ ആ സ്ഥലത്തേക്ക് വന്ന് അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ മടിയിൽ തലവെച്ച് ഉറങ്ങി. ഉറങ്ങിയിട്ട് നല്ല ഉറക്കം ഇങ്ങനെ വരുന്നു. സൂര്യൻ അസ്തമിച്ചു പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ റബ്ബേ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ, സൂര്യനതാ അസ്തമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് കരയുകയാണ്. നമുക്കിപ്പോൾ അതൊന്നും ഒരു പ്രശ്നമായി തോന്നാറില്ല. ചിലർക്ക് ഒരു വക്ത് നിസ്കാരം ഖളായി പോകാന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് തോന്നാത്ത ചില മനുഷ്യന്മാർ ദുനിയാവിലുണ്ട്. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അസ്ർ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചാൽ റസൂലുള്ളാഹിനെ വിളിച്ചുണർത്തണം, വുളു എടുക്കണം. റസൂലുള്ളാഹി ഉറങ്ങുകയാണ്, അത് വിളിച്ചുണർത്താൻ പാടില്ല എന്നാണ് ഖുർആന്റെ കൽപ്പന. ഞാൻ എന്തു ചെയ്യും എന്ന് ആലോചിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. കരഞ്ഞിട്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ വീണു. ആ സമയത്ത് നബി തങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് എന്താണ് വലിയ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു, അസ്തമിച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിനോട് പറയൂ, ഒന്ന് ഇങ്ങോട്ട് മടങ്ങി വരാൻ പറയും. ആ സൂര്യനോട് ഒന്നിങ്ങോട്ട് മടങ്ങി വരാൻ പറയൂ. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. അല്ലാഹുവിൻ്റെ നിർണയപ്രകാരം എല്ലാ ദിവസവും സൂര്യൻ അതിൻ്റെ നിശ്ചിത റൂട്ടിലൂടെ നിശ്ചിത സ്ഥാനത്തേക്ക് നടക്കുന്നു എന്ന് ഖുർആൻ സൂറത്ത് യാസീനിൽ
പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രശംസു തെറ്റിരി മുസ്തഖറില്ല. സൂര്യന് നിശ്ചയിച്ച റൂട്ടിലൂടെ സൂര്യൻ നടക്കുന്നു. അത് ഇവിടുത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമല്ല, ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനമല്ല, ഈ ലോകത്തുള്ള എല്ലാവരും കൂടിയ തീരുമാനവുമല്ല. മറിച്ച് തഖ്ദീറുൽ അസീസുൽ അലീം, അത് അസീസായ അലീമായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനമനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഇങ്ങനെ എല്ലാം നടക്കുന്നു. ആ സൂര്യനോടാണ് പറഞ്ഞത് കൊണ്ട് മടങ്ങി വരണം. ഉടനെ മടങ്ങി വന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ഒതുകൊടുത്ത് നിസ്കരിച്ചോ. അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് തീരുന്നത് വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവിടെ നിന്ന് കൊടുത്ത് അസ്തമിക്കാതെ നിന്ന് കൊടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തും ആണ്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ, ആർക്കും സാധിക്കില്ല. ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ്, കുത്തുബാണ്, ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരിലല്ല. അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ, നമുക്കൊന്ന് കാണാമല്ലോ. അതൊരിക്കലും വരില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മടക്കി വിളിച്ചപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് മടങ്ങി വന്നു. ഇത് അതാണ് മുഅ്ജിസത്ത്, കറാമത്ത് എന്നെല്ലാം പറയുന്നു. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കറാമത്തും ആണ്. അതുപോലെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചെറിയ കുഞ്ഞ് മുല കുടിക്കുന്ന കുഞ്ഞ് ആണ്. എന്നാൽ മുലപ്പാലമില്ല, വെള്ളം കൊടുക്കാൻ വെള്ളവുമില്ലാതെ മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ ഇങ്ങനെ ഓടുകയാണ്. സഫ മർവ എന്ന രണ്ട് കുന്നിൻ്റെ ഇടയിൽ ഓടുകയാണ്. ആ സഫൻ്റെ അടുത്ത് കൂടെ കച്ചവടക്കാർ പോകാറുണ്ട്, മർവൻ്റെ അടുത്ത് കൂടെയും കച്ചവടക്കാർ പോകാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇതിലെ പോകുന്നുണ്ടോ? ഒരല്പം വെള്ളം കിട്ടിയാൽ എൻ്റെ ഈ മുല കുടിക്കുന്ന പ്രായമുള്ള കുഞ്ഞിന് കൊടുക്കാമായിരുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഈ സഫൻ്റെയും മർവൻ്റെയും ഇടയ്ക്ക് ഓടുകയാണ്. അതിന് പോയവർക്കറിയാം, ഏകദേശം 1 കിലോമീറ്ററിന് അടുത്താണ് ഇത് രണ്ടിനെയും ഇടയ്ക്കുള്ള ദൂരം. അതിന് പോയാൽ സഫാ മർവൻ്റെ ഇടയ്ക്ക് സഅയ് ചെയ്യണം. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അഗ്സിനി ഇൻ കാന ഇൻദക ഖവാ. ഈ അശരീരിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, വല്ല സഹായമുണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം. ഇത് അള്ളാഹു അല്ലാന്ന് ഉറപ്പില്ല, അള്ളാഹുവിൻ്റെ മഖ്ലൂഖാണ് ഈ ശബ്ദിച്ചത്.
ഉടനെ ചെറിയ കുട്ടി കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതാ വെള്ളം ഉറങ്ങു പൊട്ടി ഒലിച്ചു വരുന്നു. 4 ഭാഗത്തേക്കും ഒലിക്കുമ്പോൾ കൈകൊണ്ട് മണ്ണിങ്ങനെ തടുത്തു വെച്ചിട്ട് ദം ദം എന്ന് പറഞ്ഞു. ദം ദം എന്ന് പറഞ്ഞാൽ അടങ്ങണം, അടങ്ങണം എന്നാണ് അർത്ഥം. അങ്ങോട്ട് ഒലിക്കണ്ട, അവിടെ അഴകിക്കോ. ആ ദന്തം മാന്യ സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര കോടാനകോടി ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും മാസവുമായി അവിടുന്ന് എടുത്തു പോകുന്നത്, ആളുകൾ കൊണ്ടുപോകുന്നത്, കുടിച്ചു പോകുന്നത്. യാതൊരു കുറവുമില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതാണ്. ഹാജർ ബീവിയുടെ കറാമത്താണ് ഇത്. ഈ ഹാജർ എവിടുന്ന് വന്നതറിയോ നിങ്ങൾ? ദഖല ഇബ്രാഹിമു ബിസാറത്ത. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ ഭാര്യയായ സാറ ബീവി റളിയല്ലാഹു അൻഹയും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ദഖലഫിയ ഖറിയത്തിൽ, ഒരു ചെറിയ നാട്ടിൽ ചെന്ന് കടന്നു. മൈക്കുൻ ജബ്ബാർ, അവിടെ വലിയ പോക്കിരിയായ അക്രമിയായ ഒരു രാജാവ് ഉണ്ട്. ആ രാജാവിൻ്റെ പ്രജകൾ ചെന്ന് പറഞ്ഞു കൊടുത്ത്, നമ്മുടെ നാട്ടിൽ ഒരു പുരുഷനും സ്ത്രീയും വന്നിട്ടുണ്ട്. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള സ്ത്രീയാണ് ആ സ്ത്രീ. അതുപോലെ സൗന്ദര്യമുള്ള ഭംഗിയുള്ള ഒരു പെണ്ണിനെ അല്ലാഹു തആല പടച്ചിട്ടില്ല. അത്രയും വലിയ ഭംഗിയാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ രാജാവ് ആളുകളെ അയച്ചു, പിടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് പോയി. ഇബ്രാഹിം നബി ആദ്യം ചെന്ന്, അപ്പോൾ രാജാവ് ചോദിക്കുന്നത്, എൻ്റെ കൂടെയുള്ള പെണ്ണ് എവിടെ? അവളെ കൂട്ടായക്കണോ? നീ പോയിക്കും. ആ പെണ്ണും നീയുമായി എന്താണ് ബന്ധം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ ഉക്തി അതെൻ്റെ സഹോദരിയാണ്, ഏതായാലും വേണ്ടിയെ കൂട്ടാക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ ബീവിയുടെ അടുക്കൽ ചെന്ന് പറയുന്നു, സാറ, നീ രാജാവിൻ്റെ അടുക്കൽ പോകണം. പോകാതെ നമുക്കിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയൂല. ആയുധധാരികളായ ധാരാളം പോലീസുകാർ, പട്ടാളക്കാരും ഒക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ജയിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് നീ അങ്ങോട്ടൊന്ന് പോയി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, നീ എൻ്റെ ഭാര്യയാണെന്ന് പറയുന്നത്, എൻ്റെ സഹോദരിയാണ് എന്ന് പറയണം. ആ സമയത്ത് സാറ ബീവി ചോദിക്കുന്നത്, ഞാനെങ്ങനെയാ സഹോദരി എന്ന് പറയുക? ഞാൻ നിങ്ങളെ ഭാര്യയാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നൊക്കെ മുക്തി പിന്നെ ഇസ്ലാം, നീ ഈമാൻ്റെ വിഷയത്തിൽ എൻ്റെ സഹോദരിയാണ്. ഈമാനുള്ള ആള് എന്ന അർത്ഥത്തിൽ നീ എൻ്റെ സഹോദരിയാണ്. ആ അർത്ഥം ഉദ്ദേശിച്ച് പറഞ്ഞാൽ മതി. ഏതായാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ ബീവിയെ അയച്ചു. അപ്പോൾ ദുഷ്ടനായ രാജാവ് അതാ സാറ ബീവിയെ പിടിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഉടനെ പിടിച്ച് ഇരുട്ടറയിലേക്ക് കൊണ്ടുപോകാനുള്ള
വ്യഭിചാരത്തിന് കൊണ്ടുപോകാനുള്ള ഒരുക്കമാണെന്ന് കണ്ടപ്പോൾ സാറ ബീവി പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുന്തു ആമന്തു ബിക വബിറുസുലിക ഫലാ തുസല്ലിത് അലയ്യ ഹാദൽ കാഫിർ. اللهم إن كنت آمنت بك وبرسلك فلا تسلط علي هذا الكافر. അല്ലാഹ്, ഞാൻ നിന്നെ കൊണ്ടും നിന്റെ മുർസലീങ്ങളെ കൊണ്ടും വിശ്വസിച്ചോളാണ്. അതുകൊണ്ട് ഈ ദുഷ്ടനായ മനുഷ്യൻ്റെ കൈ എന്നിൽ സ്പർശിക്കാൻ നീ അവസരം കൊടുക്കരുത് അല്ലാഹ് എന്നൊരൊറ്റ ദുആ. ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ആ സമയത്ത് ഈ ആരോഗ്യവാനായ രാജാവ് ഭൂമിയിലതാ വീണു പോകുന്നു. കാലും കൈയും അടിക്കുന്നു ഭൂമിയിൽ. അവൻ്റെ വായിൽ നിന്ന് നൊരപ്പിണ്ടികൾ വരുന്നു. അപസ്മാര രോഗി ഇളകുന്നത് പോലെ ഇളകുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ജനങ്ങളെല്ലാവരും കൂടി വന്നിട്ട് സാറ ബീവിയോട് പറയുന്നു, നീ എന്തോ ചില മന്ത്രങ്ങൾ ചെയ്യുന്നതായി ഞങ്ങൾക്ക് മനസ്സിലായി. അതൊന്ന് മാറ്റി മന്ത്രിക്കണം. ഞങ്ങളെ രാജാവിന് സുഖപ്പെടുത്തി തരണം. ഞങ്ങളൊന്നും ആക്രമിക്കുകയില്ല. അങ്ങനെ അല്ലാഹുവിനോട് സാറ ബീവി പറയുന്നു, ഇവരെ ആക്രമിക്കൂല എന്നാണ് പറയുന്നത്. അല്ലാഹ്, അതുകൊണ്ട് നീ ഇവൻ്റെ രോഗം മാറ്റിക്കൊടുക്കും. സഹോദരങ്ങളെ, അവൻ്റെ രോഗം മാറി നല്ല ആരോഗ്യത്തിൽ ആയപ്പോൾ ഇവൻ വീണ്ടും സാറ ബീവിയെ പിടിച്ച് വ്യഭിചാരത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുകയാണ്. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ സാറ ബീവി അല്ലാഹുവിനോട് പറയുകയും ഈ മനുഷ്യൻ നിലത്ത് വീണ് പിടക്കുകയും ചെയ്യുന്നു. നേരത്തെ ഉണ്ടായതിനേക്കാൾ എത്രയോ ശക്തിയായി പിടച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വന്ന് പറയുന്നു, ഞങ്ങൾ ഇനി ഒന്നും ചെയ്യൂല, സത്യം ചെയ്ത് പറയാം, നീ ഞങ്ങൾ രാജാവിനെ ഒന്ന് സുഖമാക്കി തരണം. അങ്ങനെ സാറ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹ്, ഈ മനുഷ്യൻ്റെ രോഗം മാറ്റിക്കൊടുത്തു. അവനെ നീ വേറെ ഏതെങ്കിലും വിധത്തിൽ പരാജയപ്പെടുത്തണം, എന്നെ വിജയിപ്പിക്കുകയും വേണം. ഇത് പറഞ്ഞപ്പോൾ രാജാവിൻ്റെ രോഗമത മാറുന്നു. മാറിയ ഉടനെ തന്നെ അവൻ പേടിച്ചു പോയി. എന്നിട്ട് അവൻ്റെ പ്രജകളോട് പറയുന്നു, ഇത് വലിയ ഒരു ശൈത്താനാണ് പിടിച്ചുകൊണ്ട് വന്നത്, മനുഷ്യനൊന്നുമല്ല. ഈ ശൈത്താൻ ഇവിടുന്ന് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കണം. അതേതാണ്? എൻ്റെ അടിമ സ്ത്രീകളെ കൂട്ടത്തിൽ വളരെയധികം വിലപിടിപ്പുള്ള സുന്ദരിയായ ഒരു പെണ്ണുണ്ട്, ഹാജർ.
എന്ന പേരായിട്ട് അവളെ പിടിച്ച് കൊടുക്കണം. എന്നിട്ടെങ്കിലും ഈ ശൈത്താനം ഇവിടുന്ന് പറഞ്ഞേക്കണമെന്നാണ് വേഗം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ആദർ ബീവിയെ പിടിച്ച് കൊടുക്കുകയും സാറ ബീവി അതാ ആദറിൻ്റെ കൈയും പിടിച്ച് ഭർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നു. സുബ്ഹാനല്ലാഹ്, ആ ആദർ ബീവിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയായത്. ആ ശബ്ദം കേട്ടതുമെല്ലാം അങ്ങനത്തെ ആദർ ബീവി റളിയല്ലാഹു അൻഹാ, ആദർ ബീവി അവിടുത്തെ മകനെ ഇബ്രാഹിം നബി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ ഓർഡറാണ്, ഈ മകനെ കൊണ്ട് നിങ്ങൾ കഅബത്തിൻ്റെ അടുത്ത് പോയി താമസിക്കണം. അവിടെ അതാ ജനങ്ങളൊന്നുമില്ലാത്ത വെറും കാടൻ പ്രദേശം. റബ്ബിനി അസ്കൻതു ബിദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ, യാതൊരു കൃഷിയും ചെടികളും ഒന്നുമില്ലാത്ത ഈ കാടൻ സ്ഥലത്ത് ഞാനിതാ ഈ കുട്ടിയെയും ഉമ്മയെയും വിട്ടുപോകുന്നു. റബ്ബേ, നീ അവരെ സൂക്ഷിക്കണം, അവർ നീ കാക്കണം എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹതിയായ ഹാജർ ബീവിയെയും മകനെയും കഅബത്തിൻ്റെ പഴയ എടുപ്പിന് അടുത്തിട്ട് പോകുന്നു. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ ദാഹമുണ്ടായതും വെള്ളമുണ്ടായതും സംസമുണ്ടായതും. ഖിയാമത്ത് നാൾ വരെ സംസം വെള്ളം ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ മുക്കിയാലും തീരാത്ത വളരെ ഷറഫാക്കപ്പെട്ട മാഉ സംസം അല്ലാഹു തആല നൽകിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്ത മുഅ്ജിസത്ത് നോക്കൂ നിങ്ങൾ, കറാമത്ത് നോക്കൂ നിങ്ങൾ, എന്തൊരു കറാമത്താണ്. ആ കറാമത്ത് ഇന്നും നടക്കുകയാണ്. അതേ മുഅ്ജിസത്ത് പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിറാനത്ത് എന്ന സ്ഥലത്ത് പോയി ഉംറ ചെയ്യാൻ വേണ്ടി ഇഹ്റാമിന് പോയി. അവിടെ ചെന്നപ്പോൾ വെള്ളമില്ല. അവിടുത്തെ കയ്യിൻ്റെ വിരല് ഒന്നിങ്ങനെ ഭൂമിയിൽ കുത്തി. ആ സമയത്ത് വെള്ളം പൊങ്ങി വന്നു. ഇന്നും ആ വെള്ളം പറ്റാതെ അവിടെ നിലനിൽക്കുകയാണ്. ഇതാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് അമ്പിയാക്കളല്ലാത്തവരിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് കറാമത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫിൻ്റെ കറാമത്ത് നേരത്തെ ഇവിടെ പറയുന്നതായി കേട്ടു. അങ്ങനത്തെ നൂറുകണക്കായ കറാമത്തുകൾ ഔലിയാക്കൾക്ക് ഉണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ കൊടുക്കുന്ന കഴിവുകളാണ്. അതുകൊണ്ട് ഈ ഉറൂസ് ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും എനിക്ക് ഒഴിവുള്ള സമയം, സുഖമുള്ള സമയം ഞാൻ വന്ന് സംസാരിക്കും. ഇപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഈ ഉറൂസ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതിങ്ങനെ ഔലിയാക്കളുടെ ചരിത്രങ്ങൾ പഠിക്കാനും അതുവഴി നമ്മൾ നന്നായി തീരാനും വേണ്ടിയാണ് ഈ ഉറൂസുകളൊക്കെ നടക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും കരുതുകയും എല്ലാവിധ സഹകരണങ്ങളും നൽകുകയും ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സന്തലം എന്താണ്?
എപ്പോഴാണ് വരിക? എല്ലാ ദിവസവും വരുന്നുണ്ടല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ മഹല്ലത്തുകളിൽ നിന്ന് അരിയും സാധനമായി എല്ലാം വരുന്ന ആളുകൾക്ക് ഇതിനെ സഹകരിക്കുന്നവർക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم بارك لنا في سفرنا وحضرنا وخليفة في أهالينا وطمس على وجوه أعدائنا. ربنا آتنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഹുസൈൻ സാദി സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ പുസ്തകത്തിൻ്റെ ശേഷം മതി മൂപ്പരിന്ന് നീട്ടി പറയും. എനിക്ക് സുഖമില്ലാത്തത് ഞാൻ കുറച്ച് സംസാരിക്കും. അടുത്തതായി 2